ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും വന്നിരിക്കുക RCB. ഇന്ന് ഞങ്ങൾ ചെന്നൈ ആയിട്ടാണ് ജയിച്ച RCB ആണെങ്കിലും തോറ്റ RCB ആണെങ്കിലും 17 സീസണായിട്ട് തോറ്റുകൊണ്ടിരിക്കുന്ന RCB. കറണ്ട് സിസ്റ്റം ഒരു കളി ജയിച്ച, ഒരു കളിയെ കളിച്ചുള്ളൂ. ഇന്ന് തോക്കുമല്ലോ. ഇന്ന് കഴിഞ്ഞില്ലേ? കഴിഞ്ഞ കളിക്ക് മുമ്പേ ഇതായിരുന്നു വാഗ്ദാനം. എന്തായിരുന്നു വാഗ്ദാനം? അല്ല, പ്രകടനം, വാക്പോര് അല്ല. ഇന്ന് ഞങ്ങളെ CSK ആയിട്ടാണെന്ന് മാത്രം. ഇന്ന് ഞങ്ങളെ CSK ആയിട്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചു. CSK കഴിഞ്ഞ കളി തോറ്റവരല്ലേ? CSK ഞങ്ങള് തോറ്റോ? സ്വന്തം ടീമിന്റെ കളി മാത്രമല്ല, ബാക്കിയുള്ള ടീമിന്റെ കളിയും കൂടെ നോക്കണം. അപ്പൊ അറിയാം കളി ജയിക്കുകയില്ല. അപ്പൊ ഇന്ന് കാണാം പൂരം ചെപ്പോക്കില്. ഇന്ന് ഞങ്ങളെ പ്ലേയേഴ്സിനെ കണ്ടല്ലോ. ഞങ്ങളെ പ്ലേയേഴ്സിനെ കുറിച്ച് ഒരു വിവരമില്ല. രജിൻ രവീന്ദ്രയൊക്കെ കണ്ട എന്തൊരു ഫോമിലാണെന്ന്. അപ്പൊ ഞങ്ങളെ പ്ലേയേഴ്സിനെ കണ്ടല്ലോ. രജിൻ രവീന്ദ്രയുടെയും ഞങ്ങളെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ദ്വാദിന്റെയും. പിന്നെ ശിവൻ തൂമ്പയ്ക്കൊന്നും പിന്നെ കഴിഞ്ഞ കളി ഒന്നും ചെയ്യേണ്ടി വന്നില്ല, ഒന്നും ചെയ്യാൻ കിട്ടിയില്ല. അപ്പൊ ചേട്ടൻ ഞങ്ങളുടെ കോഹ്ലിയുടെ സാൾട്ടിന്റെ ഒന്നും കളി കണ്ടില്ലേ? സാൾട്ടിന്റെ ഒക്കെ ഒരു കളിയൊക്കെ തട്ടിമുട്ടി വന്നെന്നും പറഞ്ഞ്. ഒരു കളിയോ? കോഹ്ലിയൊക്കെ എന്തോ ഒരു 179 ചേസ് ചെയ്ത്. ഈ സീസണിൽ നമുക്ക് കാണാമല്ലോ എന്താണ്, പൊളിക്കുവാണോ, പൊളിച്ചു വെക്കുവോ, അതോ തകർത്ത് തരിപ്പണമായി വെക്കുവോ? ഇതെല്ലാം നമുക്ക് കളി കണ്ടിട്ട് പറയാം. 7:30 കാണണം. ഈ ചെപ്പോക്കിൽ ഇവിടെ കിടന്ന് ഓടരുത് അങ്ങോട്ട് ഇങ്ങോട്ടും. കഴിഞ്ഞ ആഴ്ച ഇതേ ഇതായിരുന്നു. കാണണം, ഈ കളി കഴിഞ്ഞും കാണണം. അന്ന് ഞാൻ വന്ന് കണ്ടേ, പക്ഷെ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ, എല്ലാരും ഒളിച്ചിരിക്കുവായിരുന്നു. ഞങ്ങള് പിറ്റേന്ന് ജയിച്ചു. ഞങ്ങള് പിറ്റേന്ന് വിജയം കണ്ടാണ് വന്നത്. അന്ന് എനിക്ക് തോന്നുന്നു KKRന് നിങ്ങൾ കാശ് കൊടുത്ത കണ്ട് ജയിച്ചാണെന്ന് തോന്നുന്നു. അല്ലാതെ നിങ്ങള് അങ്ങനെ ജയിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ. ഒന്നോ രണ്ടോ തട്ടിമുട്ടിയൊരു ഫിലിപ്പ് സാലിന്റെ പാവപ്പെട്ടവൻ കടന്ന് അടിച്ചുകൊണ്ട് ജ്യേഷ്ഠ വെട്ട. അപ്പൊ എതിർ ടീം തന്നെ സമ്മതിക്കുന്നു. അടിച്ചെന്നുള്ള കാര്യം ഇന്ന് കാണാമല്ലോ. ഇന്ന് എന്താണ് നടക്കുന്ന പോന്നെന്ന്. പൂരം ചെപ്പോക്കിലാണെന്ന് കളിയും കൂടെ ആലോചിക്കണം. ഞങ്ങളെ ചെന്നൈയിലാ കളിയെന്ന്. ഇവിടെ വന്ന് കിടന്ന് അടികൊണ്ട് ഓടാതെ സ്പിൻ പിച്ചാണ് ഞങ്ങൾ ഒരുക്കിയിട്ടിരിക്കുന്നത്. ഞങ്ങളെ നൂർ അഹമ്മദൊക്കെ എറിഞ്ഞ് തകർക്കും. ഞങ്ങളെ അശ്വിൻ തിരിച്ചു വന്നു. ഇന്നത്തോടെ തീരും നിങ്ങളുടെ രവീന്ദ്ര ജഡേജ, അശ്വിൻ, നൂർ അഹമ്മദ്, പിന്നെ ഞങ്ങളെ ഖലീൽ അഹമ്മദ് ബൗളർ. കഴിഞ്ഞ കളി കണ്ടില്ലേ, 3 എണ്ണം എറിഞ്ഞിട്ടെ തകർത്ത് തരിപ്പണമാക്കും ഞങ്ങള്. ഞങ്ങളെ ബൗളർമാരെ കുറിച്ച് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ ആരെ കുറിച്ച് പറഞ്ഞാലും നിങ്ങളുടെ അതിന്റെ ഞങ്ങളുടെ 7 അയലത്ത് വരത്തില്ല. ധോനി ഇറങ്ങിയപ്പോ അവിടുത്തെ ആ ബീപ് സൗണ്ടുകൾ കണ്ടില്ലായിരുന്നു? ധോനി ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയപ്പോ ഗ്രൗണ്ട് മൊത്തം ഇളകി മറിഞ്ഞ്. ചെപ്പോക്ക് സ്റ്റേഡിയം, എനിക്കൊന്ന് ചെപ്പോക്ക് സ്റ്റേഡിയം കുലുങ്ങി പോയെന്ന്. കാശി കൊടുക്കാൻ ധോനി ഫാൻസ് തലയുടെ പോരാളി. കഴിഞ്ഞ കളി സ്റ്റംപിങ് കണ്ടില്ലായിരുന്നു? അത് പറയാൻ വിട്ടുപോയി. സൂര്യകുമാർ യാദവിനെ അടിച്ചു കളഞ്ഞ സ്റ്റംപിങ്, ധോനിയുടെ ആ സ്റ്റംപിങ്. ഇന്ന് കോഹ്ലിയൊക്കെ പൊക്കാൻ ഇങ്ങനെ പേടിക്കാതുണ്ട്. ഇങ്ങനെ കാലനക്കത്തില്ല. ചിലപ്പോ സ്റ്റംപ് ബാക്കി നിൽക്കുന്ന ധോനിയാണല്ലോ എന്നുള്ളത്. ഇന്ന് ധോനി കണ്ടം വഴി ഓടും. ധോനിയാണോ നമുക്ക് കാണാം. കോഹ്ലിയാണോ ഓടുന്നത്, ധോനിയാണോ ഓടുന്നത്? 7:30 കണ്ടാ മതി. കണ്ടാ മതി നിങ്ങളുടെ പ്രകടനവും പോരാട്ടവും. ഓഹോ, ആര് കണ്ടിട്ട് പറയണം അവസാനം വരെ കളി കണ്ടിട്ട്. ഈ നാക്ക് അന്നേരം അവസാനം വരെയും വേണം. കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങള് സംസാരം കൂടുതലില്ലായിരുന്നു, പ്രവർത്തനം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്രാവശ്യം അതുപോലെ ഞങ്ങൾക്ക് വലിയ വലിയ വാഗ്ദാനങ്ങളോ വലിയ എന്തോ ചീട്ടുകൊട്ടാരം കെട്ടലോ ഒന്നുമില്ല. പ്രവർത്തനം മാത്രം. പ്രകടനമില്ല, പ്രവർത്തനം മാത്രം. എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം. ധോനി, നിങ്ങൾ ഇതുവെല്ലാം കാണുന്നുണ്ടോ അവിടെ? ധോനിയൊക്കെ കണ്ട് എനിക്കൊന്ന് കോഹ്ലി ഇന്നിങ്ങനെ കാല് നോക്കുമ്പോഴേ ധോനി സ്റ്റംപ് ചെയ്തിടും.
നിങ്ങളെ ഫിലിപ്പ് സാൾട്ടിനെയൊക്കെ അല്ലേ പ്രതീക്ഷ ഞങ്ങള് കാല് പറക്കുമായിരുന്നു കാല് കുത്തിയിട്ടുള്ള. അപ്പൊ ഗായ്സ് നിങ്ങളെല്ലാം ഓർത്ത് വെച്ചത് ഇവളുടെ വാക്പോരികളൊക്കെ കണ്ടല്ലോ. ഇവിടെ തള്ളിയ തള്ളിന് ഇന്ന് 7:30 ഇന്ന് രാത്രി 11:30 ആകുമ്പോ എനിക്ക് തോന്നുന്നു ഇവള് ഇവിടുന്ന് നാട് വിടുമെന്ന് തോന്നുന്നു അവരെ. ഇതിന്റെ അപ്പോ ഗൈസ് ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കളി കഴിഞ്ഞിട്ട് കാണാം.